കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ മാമ്പിലത്താട് തോട്ടക്കാട്ടിൽ പ്രാണിശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. സുലവി എന്ന പ്രാണിയുടെ ആധിക്യം കാരണം പ്രദേശത്തെ 20 കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. 5 കുടുംബങ്ങൾ വീടൊഴിഞ്ഞുപോയി. നാട്ടുകാരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അധികൃതർ. 2 ആഴ്ച മുൻപാണ് കാവിലുംപാറ പഞ്ചായത്തിലെ തോട്ടക്കാട്ടിലെ വീടുകളിലേക്ക് സുലവി എന്നുൾപ്പെടെ പല പേരുകളിൽ അറിയപ്പെടുന്ന പ്രാണികൾ കൂട്ടത്തോടെ എത്താൻ തുടങ്ങിയത്. രാത്രിയാകുന്നതോടെ വീടുകളിൽ മുഴുവനായും പ്രാണികൾ നിറയും. വീടിന്റെ ഭിത്തികളും നിലവും റൂമുകളും അടുക്കളയും വിറകുകൂടയും തുടങ്ങി എല്ലാം പ്രാണികൾ കൈയടക്കിയിരിക്കുകയാണ്. നേരം പുലരുന്നതോടെ പ്രാണികൾ തിരികെ പോകും. ഇവ ദേഹത്ത് പൊള്ളലേൽക്കുന്നതിനും മറ്റ് അലർജി പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതിനാൽ ചിലർ ചികിത്സ തേടിയിട്ടുണ്ട്. കുട്ടികൾക്കാണ് ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞങ്ങൾ സന്ധ്യാസമയമായി കഴിഞ്ഞാൽ ലൈറ്റ് ഇടാനോ ഭക്ഷണം പാചകം ചെയ്യാനോ കുഞ്ഞുങ്ങളെ നോക്കാനോ ഒന്നും പറ്റുമല്ല. എൻ്റെ മോള് 4 വയസ്സായി. മോളെ ഞങ്ങൾ താഴെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് രാത്രി ഉറക്കുമോ ഭക്ഷണം കൊടുക്കുകയും രാവിലെ പിന്നെ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് ഇപ്പോൾ 2 ആഴ്ച തുടർച്ചയായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നാണ് പ്രാണികൾ എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. തോട്ടത്തിൽ കാട് കരിക്കുന്നതിനായി കെമിക്കൽ അടിച്ചതോടെയാണ് ഇവ തോട്ടം വിട്ട വീടുകളിലേക്ക് എത്തുന്നത്. പ്രാണിശല്യം സഹിക്കാനാകാതെ 5 കുടുംബങ്ങൾ ഇവിടെ നിന്നും മാറി താമസിച്ചു. മറ്റുള്ളവരും താമസം മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. കാവിലുംപാറ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിഹാരം കാണുന്നതിനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പരിഹാര മാർഗ നിർദ്ദേശവും എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. ഈ പ്രാണിശല്യം ഇപ്പോൾ 2 ആഴ്ചത്തോളമായി ഈ പ്രദേശത്ത് പല വീടുകളിലും വളരെ ദുരിതപൂർണമായൊരു ജീവിതം നയിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അതായത് ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. മറ്റ് വീടുകളിലേക്ക് മാറി താമസിക്കുകയാണ് ഈ പ്രദേശത്തുള്ളവർ ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് 2 ആഴ്ചത്തോളമായി ഈ ഒരു അവസ്ഥ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് റബ്ബർ തോട്ടത്തിൽ നിന്ന് കൂട്ടമായിട്ട് വൈകുന്നേരങ്ങളിൽ വരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അധികൃതർ ഇടപെട്ട പ്രാണികളിൽ നിന്നും രക്ഷ നേടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.